നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണാഘോഷത്തിനെതിരായ വർഗീയ പരാമർശം. പെരുമ്പിലാവ് കല്ലമ്പുറം സിറാജുൽ ഉലൂം സ്കൂളിലെ DYFI മാർച്ച്. വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജ്മെന്റ്. ഓണാഘോഷം വിപുലമായി നടത്തും. തൃശൂരിൽ ട്രെയിനിൽ നിന്നും തെറിച്ചു വീണ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പട്ടാമ്പി സ്വദേശി വിഷ്ണു. ദുരിതം തീരാതെ പട്ടാമ്പി കുളപ്പള്ളി റൂട്ടിലെ യാത്ര. നവീകരണം പുരോഗമിക്കുന്ന പാതയിൽ പ്രവൃത്തി മന്ദഗതിയിൽ. വാടനാകുരിശിയിൽ പാതയിൽ വൻ വിള്ളൽ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് രാവിലെ മുതൽ ഗതാഗതക്കുരുക്ക്. ഒറ്റപ്പാലത്ത് വ്യാപാരിയെ ആക്രമിച്ച കേസിൽ 4 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് പയങ്കുളം ചേലക്കര സ്വദേശികൾ. യുവാക്കൾ ആക്രമിച്ചത് വ്യാപാരിയായ കണ്ണിയമ്പുറം സ്വദേശിയെ. പ്രാദേശിക ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കണമെന്നും നിലവിലുള്ള പദ്ധതികൾ വിപുലപ്പെടുത്തണമെന്നും കേരള ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി. KSEB ഓൺലൈൻ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. ഓണാഘോഷത്തിനെതിരായ അധ്യാപകരുടെ വർഗീയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് പെരുമ്പിലാവ് കല്ലമ്പുറം സിറാജുൽ ഉലൂം സ്കൂളിലേക്ക് DYFI മാർച്ച് നടത്തി. പോലീസ് മാർച്ച് തടഞ്ഞു. അതേസമയം പ്രചരിക്കുന്ന ശബ്ദരേഖ അധ്യാപികയുടെ മാത്രം അഭിപ്രായമാണെന്നും വിവാദത്തിൽ ഉൾപ്പെട്ട അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതായും സ്കൂൾ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഓണാഘോഷം വിപുലമായി നടത്തുമെന്നും സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കി. ഓണാഘോഷത്തിനെതിരായ വർഗീയ പരാമർശത്തിൽ അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. പെരുമ്പിലാവ് കല്ലമ്പുറം സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപക ഖദീജയ്ക്കെതിരെയാണ് കേസ്. മതസ്പർദ്ധ വളർത്തൽ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. DYFI കടവലൂർ മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഹസൻ നൽകിയ പരാതിയിലാണ് നടപടി. സ്കൂളിൽ എല്ലാ മതത്തിൽപ്പെട്ട മക്കളും പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക സെലിബ്രേഷൻസും നടത്തി വരാറുണ്ട്. ആയതുകൊണ്ട് ഇനി വരുന്നൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതായത് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഖുർആനിക് പ്രീ സ്കൂളിൽ കുഞ്ഞു മക്കളാണ്. കുഞ്ഞിളന്നാവിൽ ഖുർആൻ മധുരം എന്നുള്ള ഒരു ക്യാപ്ഷൻ തന്നെ നമ്മുടെ മക്കളുടെ ഒരു തിബിയാൻ സിസ്റ്റത്തിലുണ്ട്. തൃശൂരിൽ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പട്ടാമ്പി സ്വദേശി 19 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. പട്ടാമ്പി SNGS കോളേജിലെ BCom വിദ്യാർത്ഥിയാണ്. പട്ടാമ്പി SNGS കോളേജിലെ BCom വിദ്യാർത്ഥിയാണ്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിലെ ജനറൽ കോച്ചിൽ നിന്നാണ് യുവാവ് വീണത്. തൃശൂർ മിഠായി ഗേറ്റിന് സമീപമായിരുന്നു അപകടം. ഇരിങ്ങാലക്കുടയിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം. സുഹൃത്തുമൊന്നിച്ച് ഡോറിന് സമീപം നിന്ന് യാത്ര ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ പുറത്തേക്ക് വീഴുകയായിരുന്നു. യുവാവിന്റെ തല വേർപെട്ട നിലയിലായിരുന്നു. തൃശൂർ റെയിൽവേ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാടനാകുരിശി സ്കൂൾ പരിസരത്ത് പാതയിൽ ഗർത്തം രൂപപ്പെട്ടു. റോഡിന് കുറുകെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് ഇന്ന് രാവിലെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. JCB ഉപയോഗിച്ച് ഗർത്തമടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. പ്രാദേശിക ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കണമെന്നും നിലവിലുള്ള പദ്ധതികൾ വിപുലപ്പെടുത്തണമെന്നും കേരള ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിന് ഏറെ വരുമാനം ലഭിക്കുന്നത് ടൂറിസം മേഖലയിൽ നിന്നാണ്. ടൂറിസ്റ്റുകൾക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുന്നവർക്കും ടൂർ പാക്കേജുകാർക്കും വേണ്ട വിധത്തിലുള്ള അംഗീകാരമോ സഹകരണമോ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. ഒഴിവുകാലങ്ങൾ, രാമായണമാസം തുടങ്ങിയ വേളകളിൽ ടൂറിസം നടത്തി സർക്കാരിനും സമൂഹത്തിനും വരുമാനമുണ്ടാക്കി കൊടുക്കുന്നത് KTPA ആണ്. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ തൊഴിൽ ഉറപ്പാക്കുന്നതിനൊപ്പം ക്ഷേമനിധി, തൊഴിൽ കാർഡ് എന്നിവ അനുവദിക്കണം. കേരള സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കാത്തത് രാത്രികാല യാത്രകൾക്കും ഉത്തരേന്ത്യൻ യാത്രകൾക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട്. KTPAയുടെ സമ്മേളനം ഓഗസ്റ്റ് 29 പാലക്കാട് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ക്ഷേത്രങ്ങളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ആളുകളെ സംഘടിപ്പിച്ച് കേരളത്തിലെ എല്ലാവിധ വരുമാന മാർഗങ്ങളിലേക്കും സഹായമാകുന്ന ഒരു സംഘടനയാണ് കേരള ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ KTPA. അതിൻ്റെ 14ാമത് സംസ്ഥാന സമ്മേളനം ഈ വർഷം ജില്ലാ പ്രസിഡന്റ് CM രാമകൃഷ്ണൻ, K മഞ്ജു, KK സുന്ദരൻ, CM ഗോപാലകൃഷ്ണൻ, C തൻവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്തെ വ്യാപാരിയെ ആക്രമിച്ച കേസിൽ 4 യുവാക്കൾ അറസ്റ്റിൽ. പയങ്കുളം സ്വദേശികളായ നജീബ്, നിഷാദ്, ബിനീഷ്, ചേലക്കര സ്വദേശി അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. കണ്ടയമ്പുറം സ്വദേശി പ്രവീൺ ബാബുവിന് നേരെയായിരുന്നു ആക്രമണം. ഓഗസ്റ്റ് 22-ന് രാത്രി നഗരസഭാ ബസ് സ്റ്റാൻഡിലെ 1-ാം നിലയിൽ വെച്ചായിരുന്നു ആക്രമണം. ഇരുമ്പ് റാഡ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ പ്രവീണിന്റെ ഇടതുകണ്ണിനും താടിയെല്ലുകൾക്കും പരിക്കേറ്റു. ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. എറണാകുളത്ത് പച്ചക്കറി കച്ചവടം നടത്തി വരികയാണ് പ്രവീൺ ബാബു. സംഭവത്തിന് ഒരാഴ്ച മുമ്പ് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിന് സമീപം നിന്നിരുന്ന പ്രവീണിനോട് നജീബ് അസഭ്യം പറഞ്ഞിരുന്നു. 22-ാം തീയതി ഉച്ചയോടെ വീണ്ടും ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് രാത്രിയിൽ നജീബ് കൂട്ടാളികളുമായെത്തി പ്രവീൺ ബാബുവിനെ ആക്രമിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSEB ഓൺലൈൻ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ അസോസിയേഷൻ പാലക്കാട് താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. മുണ്ടൂർ IRTC ഹാളിൽ നടന്ന സമ്മേളനം മലമ്പുഴ MLA A പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കേരളവുമായി ബന്ധപ്പെട്ട വിഷയം ഈ ആൾക്കാർ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് K സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K മുഹമ്മദ് റഫീഖ്, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത, KSEB സെക്ഷൻ AE രാകേഷ്, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കലാധരൻ, ജില്ലാ പ്രസിഡന്റ് അപ്പുണ്ണി, സെക്രട്ടറി ശ്രീനിവാസ നാരായണൻ, ട്രഷറർ V മോഹനൻ, സാജൻ ഫൈസൽ, ശങ്കരനാരായണൻ, മുഹമ്മദ് ഷാഫി, വിജയശങ്കർ, മുഹമ്മദ് അലി, താലൂക്ക് ഭാരവാഹികളായ ഓമനക്കുട്ടൻ, രതീഷ്, രവീന്ദ്രൻ, യാസർ, അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി യാസർ അലിഖാൻ പ്രസിഡന്റ്, രതീഷ് സെക്രട്ടറി, രവീന്ദ്രൻ ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാഗ്യം വീണ്ടും ഒറ്റപ്പാലത്തെ തേടിയെത്തി. V രാജൻ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് വീണ്ടും 1 കോടി രൂപ സമ്മാനമടിച്ചത്. ചൊവ്വാഴ്ചത്തെ സ്ത്രീശക്തി ലോട്ടറിയിലാണ് ഭാഗ്യം ഒറ്റപ്പാലത്തെ എത്തിച്ചത്. ചെറുകിട ലോട്ടറി വിൽപ്പനക്കാരനായ മുരുക്കുംപറ്റ സ്വദേശി ഹരിദാസൻ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. കേരള സംസ്ഥാന ലോട്ടറിയുടെ സ്ത്രീശക്തി ഭാഗ്യക്കുറിയിൽ SL 345939 നമ്പറിനാണ് 1 കോടി. മുരുക്കുംപറ്റ, മായന്നൂർ പാലം, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇയാൾ സാധാരണ ലോട്ടറി വിൽക്കുന്നത്. ചൊവ്വാഴ്ച അവസാനം കൈവശമുണ്ടായിരുന്ന ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചതെന്ന് ഹരിദാസ് പറഞ്ഞു. ഈ ടിക്കറ്റ് 2:45 വരെ സ്വന്തം കയ്യിലുണ്ടായിരുന്നു. പിന്നീട് മായന്നൂർ പാലത്തിന് സമീപമാണ് ലോട്ടറി വിറ്റതെന്നും ഹരിദാസ് പറഞ്ഞു. സമ്മാനം കിട്ടിയ ആളെ കണ്ടെത്തിയിട്ടില്ല. ഇതോടെ 4 മാസത്തിനുള്ളിൽ 5ാമത്തെ കോടിയാണ് ഒറ്റപ്പാലത്തെ ഈ ഏജൻസിക്ക് ലഭിക്കുന്നത്. മെയ് 8-നാണ് ആദ്യം 1 കോടി രൂപ സമ്മാനം ലഭിച്ചത്. പിന്നെ തൊട്ടടുത്ത ദിവസം സുവർണ കേരളം ഭാഗ്യക്കുറിക്ക് 1 കോടി ലഭിച്ചു. ജൂലൈ 28-ന് കാരുണ്യ പ്ലസിൽ 1 കോടിയും ആഗസ്റ്റ് 19-ന് സ്ത്രീശക്തിയിൽ 1 കോടി രൂപയും ലഭിച്ചു. ചൊവ്വാഴ്ച വീണ്ടും സ്ത്രീശക്തി സമ്മാനമെത്തിച്ചു. നല്ല രീതിയിലാണ് സംസ്ഥാന സർക്കാർ ലോട്ടറി നടത്തിപ്പെന്നും 20 ദിവസത്തിനുള്ളിൽ സമ്മാനത്തുക ലഭിക്കുന്നുണ്ടെന്നും ഒട്ടേറെ പേരുടെ ജീവിതമാർഗമാണിതെന്നും ഏജൻസി ഉടമ V രാജൻ പറഞ്ഞു. ദൈവ അനുഗ്രഹം, നാട്ടിലെ ജനങ്ങളുടെ അനുഗ്രഹം, ഇവിടുത്തെ എല്ലാവരും അനുഗ്രഹം. 5ാമത്തെ കോടി വീണ്ടും ഇന്ന്
വാങ്ങിക്കൊടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. മാത്രമല്ല കഴിഞ്ഞ ചൊവ്വാഴ്ച 1 കോടി അടിച്ചിട്ടുണ്ട്. ഈ ചൊവ്വാഴ്ച വീണ്ടും 1 കോടി അടിച്ചിട്ടുണ്ട്. മൊത്തം 5ാമത്തെ കോടി. ഇതിന് 2 കാരണമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് ദൈവാനുഗ്രഹം, 2 നമ്മളെക്കാളും കൂടുതൽ ജനങ്ങൾക്കാണ് ആഗ്രഹം. അവർ പറയുന്നത് അടിക്കും വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം എപ്പോഴും പറയാറുണ്ട് 5ാമത്തെ കോടി അടിക്കാൻ. അങ്ങനെ ജനങ്ങൾ പറയുന്നു, ജനങ്ങൾ പറയുന്നു 2 മാസം കൊണ്ട് 5ാമത്തെ കോടി. അതേ ജനങ്ങൾ പറയുന്നു ഇവിടെ ഇനിയും അടിക്കാൻ. ജനങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്നത്. ഇവിടുത്തെ ഒറ്റപ്പാലത്തെ ആളുകൾ, ഇവിടെ വരുന്ന ആളുകൾ, നമ്മളെക്കാളും കൂടുതൽ വിശ്വാസം ജനങ്ങൾക്കാണ്. അപ്പോൾ അവരുടെ നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് ഇനി ഇവിടെ അടിക്കും, ഇനി ഇവിടെ അടിക്കും. അങ്ങനെ ഇവിടെ നമ്മൾക്കിവിടെ 5ാമത്തെ കോടി ഈ പുതിയ ലോട്ടറി. ഈ ലോട്ടറിയെ പറ്റി നമുക്ക് കുറച്ചുകൂടെ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ലോട്ടറിക്ക് മുൻഗണന കൊടുക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ലോട്ടറിക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഒരു 5-6 വർഷങ്ങൾ മുമ്പേ ലോട്ടറി അടിച്ചാൽ 6 മാസം കാത്തിരിക്കണം. ഇപ്പോൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ കൊടുത്താൽ 20 തൊട്ട് പൈസ കിട്ടും. ഇപ്പോൾ ഗവൺമെൻറ്റുകൾ ഇതിന് മുൻഗണന കൊടുക്കുന്നു. മാത്രമല്ല കേരള ലോട്ടറി നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നിട്ടുള്ള ഞാൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണും ചിലയും കൊണ്ടുവന്ന് നിക്ഷേപിച്ച് ശോചനീയാവസ്ഥയിലായ സ്കൂൾ ഗ്രൗണ്ടിൽ നെല്ലും പച്ചക്കറികളും വിളഞ്ഞു. ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ വിളവെടുപ്പ് നടത്തി. തൃശൂർ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലാണ് വേറിട്ട പ്രതിഷേധം അരങ്ങേറിയത്. വടക്കാഞ്ചേരി 21-ാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രളയകാലത്ത് വിവിധ സ്ഥലങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലിലും മറ്റും പുറന്തള്ളിയ മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവ സ്കൂൾ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ടത് മൂലമാണ് ഗ്രൗണ്ട് ശോചനീയാവസ്ഥയിലായത് എന്നാണ് കോൺഗ്രസ് ആരോപണം. കൂടാതെ വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത ചളിമണ്ണും നവീകരണത്തിന്റെ പേരിൽ ഗ്രൗണ്ട് പരിസരത്ത് തള്ളിയതും പ്രതിസന്ധിക്ക് കാരണമായെന്നും പ്രതിഷേധക്കാർ പറയുന്നു. ഇതോടെ വിശാലമായ സ്കൂൾ ഗ്രൗണ്ട് നാളേറെയായി കായിക താരങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെയായെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെയാണ് മൺകൂനുകളിലുണ്ടായിരുന്ന വിത്തുകൾ സ്വമേധയാ മുളച്ച് പച്ചക്കറികളും നെല്ലുമെല്ലാം ഗ്രൗണ്ടിൽ വിളഞ്ഞത്. കളിക്കളം നശിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിളവെടുപ്പ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരം DCC സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി കോരൻ വിളവെടുപ്പ് നടത്തി. സ്കൂൾ ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് നവീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ് കായിക പ്രേമികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കവളപ്പാറ 79-ാം നമ്പർ അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. കുട്ടികൾ, രക്ഷിതാക്കൾ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായത്. തുടർന്ന് ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി നാടമുറിച്ച് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഭദ്രദീപം തെളിയിച്ച് ഫലകം അനാച്ഛാദനം ചെയ്തു. അങ്ങനെ നമ്മളെ സംസ്ഥാനത്തെ സാമ്പത്തികമായൊക്കെ പ്രയാസപ്പെടുത്തുന്ന നമുക്ക് അർഹതപ്പെട്ട വിഹിതമാണ്. 1 രൂപ നമ്മളിൽ നിന്ന് നീതി പിരിച്ചുകൊണ്ടായാൽ നമുക്ക് 45 പൈസ തരണമെന്നാണ് വ്യവസ്ഥ. അത് ഇന്നേവരെ തന്നിട്ടില്ല. ഇപ്പോൾ 22 പൈസ ഇപ്പോൾ തരുന്നത്, അതും ഇപ്പോൾ വെട്ടിക്കുറഞ്ഞാന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക പരിമിതി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പോലും സംസ്ഥാന ഗവൺമെൻറ് MLA-മാർക്ക് നൽകുന്ന അവരുടെ പ്രാദേശിക വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പൈസ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 22-23 സാമ്പത്തിക വർഷത്തെ നമുക്ക് ലഭ്യമായ ഫണ്ടിൽ നിന്ന് ഇവിടെ വളരെ അത്യാവശ്യമാണ് ഇതിന് കെട്ടിടത്തിന് പൈസ നീക്കിവെക്കലെന്ന് തീരുമാനിച്ചിട്ടാണ് ആ പൈസ നീക്കിവെച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ KS ശോഭന സ്വാഗതം പറഞ്ഞു. MR മുരളി മുഖ്യാതിഥിയായിരുന്നു. DDPO O ശാന്തകുമാരി, ICDS സൂപ്പർവൈസർ AM ബിന്ദുമോൾ, CPM പ്രതിനിധി രാജഗോപാൽ, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ R സുനു, ALMC അംഗം OP ഗോവിന്ദൻകുട്ടി, കൗൺസിലർ C ഉഷാദേവി എന്നിവർ പ്രസംഗിച്ചു. അംഗൻവാടി ടീച്ചർ രാധാമണി നന്ദി പറഞ്ഞു. ആധുനിക സൗകര്യങ്ങളോടെയുള്ള കിച്ചൺ, ലൈറ്റ് സംവിധാനങ്ങൾ, സ്റ്റോർ റൂം, ശിശു സൗഹൃദ ടോയ്ലറ്റ് എന്നിവ ഉൾപ്പെട്ടതാണ് പുതിയ കെട്ടിടം. ആകർഷകമായ ഉദ്യാനവും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 25 കുട്ടികളാണ് അംഗൻവാടിയിലുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കലാമണ്ഡലം വേണിക്ക് ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരം. മോഹിനിയാട്ട കലാകാരിയും ഗവേഷകയുമാണ് വേണി. 7500 രൂപയും മൊമെൻറ്റോയും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് കേരള സർക്കാരിൻ്റെ ക്ഷേത്രകലാ അക്കാദമി നൽകുന്ന ക്ഷേത്രകലാമൃതം പുരസ്കാരം. സെപ്റ്റംബർ 2-ാം വാരം കണ്ണൂർ മാടായിക്കാവിൽ വെച്ച് ദേവസ്വം മന്ത്രി VN വാസവൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. കേരള കലാമണ്ഡലത്തിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ MA, MPhil ബിരുദങ്ങൾ നേടിയിട്ടുള്ള വേണി ഇപ്പോൾ PhDക്കായി ഗവേഷണം നടത്തി വരികയാണ്. UGC നെറ്റ് പാസ്സായിട്ടുണ്ട്.
കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പും കേരള സർക്കാരിൻ്റെ ഡയമണ്ട് ജൂബിലി സ്കോളർഷിപ്പും നേടിയിരുന്നു. സ്പിക്ക് മൈക്കയിലെ അംഗീകൃത കലാകാരിയായ കലാമണ്ഡലം വേണിക്ക് ദൂരദർശൻ B ഗ്രേഡ് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. മൃദംഗ കലാകാരനായ കലാമണ്ഡലം ഷൈജുവാണ് ഭർത്താവ്. മക്കൾ സങ്കീർത്തന, സൗപർണിക. ചെറുതുരുത്തി സിദ്ധി വിനായക ക്ഷേത്രത്തിൽ വിപുലമായ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തർ രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തി. കാലത്ത് 4 മണിക്ക് ഇളനീർ അഭിഷേകത്തോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി രഖിൽ നേതൃത്വം നൽകി. 7 മണിക്ക് അഷ്ടപതി, 8 മണിക്ക് കലാമണ്ഡലം രാജേഷിന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായ പഞ്ചവാദ്യം എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ M ജയരാജൻ, TH കുഞ്ഞുണ്ണി, PR രാജ്കുമാർ, TG സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഓണം വിപണി 2025 ജില്ലാതല ഉദ്ഘാടനം പറളി സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ആഘോഷിക്കാറുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽ 2025 ഓണം സമുചിതമായി തന്നെ അത്യാഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, നിറഞ്ഞ മനസ്സോടെ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഇത്തരം ഓണം ആളുകളിൽ മാത്രമല്ല, നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. അതേസമയം ക്രിസ്മസ് വരാറുണ്ട്, റംസാൻ വരാറുണ്ട്. കേരള സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ മുഖേന നടപ്പിലാക്കുന്ന ഓണം വിപണി 2025 ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 4 വരെ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം പറളി സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ നടന്നു. ചടങ്ങിൽ പറളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K വിജയൻ അധ്യക്ഷത വഹിച്ചു. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ A അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് രജിസ്ട്രാർ M ശ്രീഹരി ആദ്യ വിൽപ്പന നിർവഹിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ PD അനിൽകുമാർ, E കാർത്തികേയൻ, N നാഗരാജൻ, V ശുഭ എന്നിവർ സംസാരിച്ചു. പറളി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് PD ശശികുമാർ സ്വാഗതവും പറളി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ CA മുരളീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണാഘോഷത്തിനെതിരായ വർഗീയ പരാമർശം. പെരുമ്പിലാവ് കല്ലമ്പുറം സിറാജുൽ ഉലൂം സ്കൂളിലെ DYFI മാർച്ച്. വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജ്മെന്റ്. ഓണാഘോഷം വിപുലമായി നടത്തും. തൃശൂരിൽ ട്രെയിനിൽ നിന്നും തെറിച്ചു വീണ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പട്ടാമ്പി സ്വദേശി വിഷ്ണു. ദുരിതം തീരാതെ പട്ടാമ്പി കുളപ്പുള്ളി റൂട്ടിലെ യാത്ര. നവീകരണം പുരോഗമിക്കുന്ന പാതയിൽ പ്രവൃത്തി മന്ദഗതിയിൽ. വടനാകുരിശിയിൽ പാതയിൽ വൻ വിള്ളൽ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് രാവിലെ മുതൽ ഗതാഗതക്കുരുക്ക്. ഒറ്റപ്പാലത്ത് വ്യാപാരിയെ ആക്രമിച്ച കേസിൽ 4 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് പയങ്കുളം ചേലക്കര സ്വദേശികൾ. യുവാക്കൾ ആക്രമിച്ചത് വ്യാപാരിയായ കണ്ണയമ്പുറം സ്വദേശിയെ. പ്രാദേശിക ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കണമെന്നും നിലവിലുള്ള പദ്ധതികൾ വിപുലപ്പെടുത്തണമെന്നും കേരള ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി. KSEB ഓൺലൈൻ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു.